ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഒരു വെക്കേഷൻ ട്രിപ്പ് വ്ളോഗാണ്. അപ്പം നമ്മൾ വേറെ അങ്ങോട്ടല്ല പോകുന്നത്, വയനാട് പുൽപ്പള്ളിയിലേക്കാണ് കേട്ടോ. അപ്പം അവിടെ നല്ല പൊറാട്ടയും ബീഫും മീൻ പൊരിച്ചതുണ്ടായിരുന്നു. മോർണിംഗ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു കുഞ്ഞ് തട്ടാടാണെങ്കിലും അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ 2 മണിക്കാണ് ഞങ്ങൾ റിസോർട്ട് ചെക്കൗട്ട് ആവുന്നത്. അപ്പം അതുവരെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ മാനന്തവാടിയുള്ള ഒരു പഴശ്ശി പാർക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ കുട്ടിയെ കളിക്കുകയാണെങ്കിൽ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഉച്ച വരെ അവിടെ കുറേ നേരം അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പം അവിടെ ഈ നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ മാനന്തവാടി അങ്ങനെ ഫുഡ് സ്പോട്ട് കൂടുതലൊന്നും ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി. ഇനി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ നോക്കിയിടത്തിലൊക്കെ ഫുൾ നോമ്പായിട്ട് ഇല്ലായിരുന്നു കേട്ടോ. അപ്പം പിന്നെ കുറേ നോക്കിയപ്പോൾ പിന്നെ ഒരു നാടൻ ഭക്ഷണശാല കണ്ടു. അപ്പം അവിടെ നല്ല ചോറായിരുന്നു എന്ന് അമ്മ പറഞ്ഞു കേട്ടോ. ഞാൻ ചോറല്ല കഴിച്ചത്. ഞാൻ മാത്രം ചോറ് കഴിക്കുന്നത്. പപ്പയും അമ്മയും എൻ്റെ ബ്രദറും എല്ലാവരും ചോറാണ് കഴിച്ചു. ഞാൻ നല്ല നമ്മുടെ പൊരിച്ച പത്രിയും ബീഫുമായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അടിപൊളി ടേസ്റ്റായിരുന്നു. ബീഫാണെങ്കിൽ എനിക്ക് അവിടുത്തെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ റിസോർട്ടിലേക്ക് പോയി. പുൽപ്പള്ളി ആയതുകൊണ്ട് തന്നെ ഭയങ്കര നല്ല ക്ലൈമറ്റും കാര്യങ്ങളുള്ളായിരുന്നു. വെയിലുണ്ട് എന്നാൽ ചൂടില്ല, അതേപോലെയായിരുന്നു കേട്ടോ. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ട്. അപ്പം ഒരു ബെഡ് പിന്നെ ഒരു ദീവാനൊക്കെ ഉണ്ട്. അവിടുത്തെ ഗ്ലാസ്സാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ വ്യൂ. അവിടെ നിന്ന് ഇങ്ങനെ തുറന്നിട്ട് ഭയങ്കര ഒരു ഭംഗി, അത്രമാത്രം. അത് കഴിഞ്ഞ് പിന്നെ പൂളിൽ കളിക്കാനായിരുന്നു നേരെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വെക്കേഷന് വാങ്ങിച്ച ടെൻ്റ് ഹൗസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പൂളിൽ കളിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ബ്രദർ ഫ്രൈഡ് റൈസാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനും പപ്പയും അമ്മയൊക്കെ പൊറാട്ടയും ബീഫാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. സത്യം പറയാലോ, ബീഫ് ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. കാണാനുള്ള ഭംഗി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര സ്പൈസസ് കുത്തുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നൈറ്റ് ഡ്രൈവ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ കാട്ടിൽ പോയപ്പോൾ ആനയും മാനിനെയും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇങ്ങനത്തെ വെറൈറ്റി വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.